പശ്ചിമേഷ്യൻ സംഘർഷം അയവില്ലാതെ തുടരുന്നു. ഇറാൻ കരാറിന് തയ്യാറാവുകയോ ഹോർമുസ് തുറന്നു കൊടുക്കുകയോ ചെയ്തില്ലെങ്കിൽ സൈനിക നടപടി നേരിടേണ്ടി വരുമെന്ന് ഇറാൻ അമേരിക്ക മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി തള്ളിക്കൊണ്ട് ഇറാൻ രംഗത്ത് വന്നു. ആണവ കാര്യത്തിൽ ഇറാൻ വിട്ടുവീഴ്ച ചെയ്തുവെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം. ഇന്ത്യൻ സമയം ബുധനാഴ്ച രാവിലെ 5:30 ഹോർമുസ് തുറന്നില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങളും പാലങ്ങളും തകർക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. എന്നാൽ ട്രംപിന്റെ അന്ത്യശാസനം ഇറാൻ തള്ളി രംഗത്തു വന്നു. ഇസ്രായേലിന്റെ നിർദ്ദേശങ്ങളനുസരിച്ച് പ്രവർത്തിച്ചാൽ മുഴുവൻ പ്രദേശവും കത്തിച്ചാമ്പലാകുമെന്ന് ഇറാനും തിരിച്ചടിച്ചു. ഹോർമുസിൽ പണം ഈടാക്കുന്നത് നിയമവിധേയമാക്കാനും ഇറാൻ തീരുമാനിച്ചിട്ടുണ്ട്. യുദ്ധത്തിൽ നേരിട്ട നഷ്ടം ഇതിലൂടെ ഈടാക്കുമെന്നും ഇറാൻ പ്രസിഡന്റ് വക്താവ് അറിയിച്ചു. ഹോർമുസ് കടലിടുക്ക് തുറന്നുകൊടുത്തില്ലെങ്കിൽ ഇറാൻ നരകതുല്യമായ അവസ്ഥ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് തിരിച്ചടിച്ചു. അതിനിടെ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം സുഗമമാക്കാൻ ഒമാനും ഇറാനും തമ്മിൽ ഉന്നതതല ചർച്ച നടത്തിയിരുന്നു. കടലിടുക്കിലൂടെയുള്ള വ്യാപാര ഊർജ്ജ കപ്പലുകളുടെ യാത്ര തടസ്സമില്ലാതെയും സുരക്ഷിതമായും ഉറപ്പാക്കാനുള്ള വഴികൾ കണ്ടെത്തുകയായിരുന്നു ചർച്ചയുടെ പ്രധാന ലക്ഷ്യം. അതേസമയം ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ പുലർച്ചെയുണ്ടായ വ്യോമാക്രമണത്തിൽ 13 പേർ കൊല്ലപ്പെട്ടു. ജനവാസ മേഖലയിലാണ് വ്യോമാക്രമണമുണ്ടായത്. ഹോർമുസ് തുറന്നില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന ട്രംപിന്റെ പ്രതികരണത്തിന് ശേഷമാണ് ആക്രമണം നടന്നത്. ടെഹ്റാനിലെ ഷരീഫ് യൂണിവേഴ്സിറ്റിക്കെതിരെയും ആക്രമണമുണ്ടായി. വിദ്യാർത്ഥികളടക്കമുള്ളവരെ ഇവിടെ നിന്ന് നേരത്തെ ഒഴിപ്പിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.